ഇത്തവണത്തെ ഓണത്തിന് ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കും. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കിയാൽ എന്തായാലും നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആവും. അപ്പോൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. അത് നല്ലോണം ഒന്ന് പീൽ ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി പായസം ഉണ്ടാക്കുന്ന പോട്ടിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും റൈസിൻസും ഒന്ന് പൊരിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് പഞ്ചസാര മെൽട്ടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് പാല് ചേർത്തിട്ട് നല്ലോണം തിളപ്പിക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് സേമിയ കൂടി ചേർത്തിട്ട് സേമിയ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി വരുമ്പോൾ മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് മിൽക്കിൽ നല്ലോണം കലക്കിയിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്താൽ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് തിക്കായി വരും. അന്നേരം കുറച്ച് കാർഡമം പൗഡർ, ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും റൈസിൻസും ചേർത്ത് കൊടുക്കാം. അടിപൊളി പായസമാണ്.